നമസ്കാരം കൂട്ടുകാരെ, പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ച ഉടനെ കേരളത്തിലെ വിവിധ സഭാപിതാക്കന്മാരുടെ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടായി. ഇതിൽ ബിഷപ്പ് പാംബ്ലാനിയുടെ പ്രതികരണം കേട്ടപ്പോൾ പെട്ടെന്ന് വയലാർ രാമവർമ്മയുടെ കൊടികൾ മാറുകയാണ് എന്ന കവിതയാണ് ഓർമ്മ വന്നത്. നാൽക്കവലയിലെ തയ്യൽ കടയിൽ ചാക്കോ മേസ്തിരി തയ്ക്കുന്നു, കാറ്റത്താടും തൊങ്ങലുടുപ്പുകൾ കാഴ്ചക്കാരെ വിളിക്കുന്നു. ഭാരതം സ്വതന്ത്രമാകുന്നതിന് മുമ്പ്, അതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു നാൽക്കവല, ആ നാൽക്കവലയുടെ ഒരു മൂലയിൽ ഒരു കൊച്ചു തയ്യൽക്കടയുണ്ട്. അതാണ് ചാക്കോ മേസ്തിരിയുടെ തയ്യൽക്കട. അക്കാലത്ത് തയ്യൽ മെഷീനുകളും തയ്യൽ കടകളും ഒന്നും ഇന്നത്തെ പോലെ വ്യാപകമായി കാണാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചാക്കോ മേസ്തിരിക്ക് പിടിപ്പത് പണിയാണ്. ഒരു നാൾ അവിടെ കയറി ചെന്നിതൊരു 20 നല്ല ചെറുപ്പക്കാർ. അങ്ങനെ ഇരിക്കെ ഒരു നാളിൽ 10-20 നാട്ടുംപുറത്തെ നല്ല ചെറുപ്പക്കാർ ചാക്കോ മേസ്തിരിയുടെ തയ്യൽ കടയിലേക്ക് ചെന്നു. സ്വാതന്ത്ര്യ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ സേനാനികൾ ജയിലിൽ പോയവർ, അവർ മോചിതരാകുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്വീകരണ യോഗം ഒരുക്കിയിട്ടുണ്ട്. ആ സ്വീകരണ യോഗത്തിൽ അവരെ സ്വീകരിക്കുന്ന ആ സമ്മേളനത്തിന്റെ ആവശ്യത്തിനായി കുറെ ത്രിവർണ പതാകകൾ തയ്ച്ചു കൊടുക്കണം. അതാണ് ഈ വർണ്ണ ചെറുപ്പക്കാരുടെ ആവശ്യം. അയ്യോ മേസ്തിരി ഞെട്ടിപ്പോയി, വയ്യാവേലികൾ വന്നാലോ. ചാക്കോ മേസ്തിരി നടുങ്ങിപ്പോയി. ഇതൊരു വയ്യാവേലി ആയല്ലോ എന്നോ. കാരണം രാജ്യം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അവരുടെ കൊടി തയ്ക്കാൻ പറയും പോലെ അല്ലല്ലോ ത്രിവർണ പതാകകൾ തയ്ക്കാൻ പറയുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് പോരടിക്കുന്നവരുടെ കൊടി തയ്ക്കാനാണ് പറഞ്ഞത്. ആ ഞെട്ടലിൽ നിന്ന് ചാക്കോ മേസ്തിരി പെട്ടെന്ന് വിമുക്തനായി. ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ ഇവർ പണിയെടുക്കുന്നത്, സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലല്ലോ എന്നോർത്ത് ചാക്കോ മേസ്തിരി കൊടി തയ്ച്ചു കൊടുത്തു. എന്നിട്ട് ആ ത്രിവർണ പതാകകൾ ആ ചെറുപ്പക്കാരുടെ കയ്യിൽ തയ്ച്ചു കൊടുത്തു കഴിഞ്ഞ ഒരു കാര്യം ചാക്കോ മേസ്തിരി ഓർമ്മിപ്പിച്ചു. ചൊല്ലി ചാക്കോ മേസ്തിരി നാളെ പള്ളിയിൽ അറിയരുത് ഈ കാര്യം. ഞാൻ ഈ ത്രിവർണ പതാകകൾ തയ്ച്ചു തന്നത് ഒരു കാരണവശാലും പള്ളിയിൽ അറിയരുത്. പള്ളിയിൽ അറിഞ്ഞാൽ പ്രശ്നമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്നവരുടെ കൊടി തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പള്ളിക്ക് ഇഷ്ടമാവില്ല. കാലം മാറി, നാട് സ്വതന്ത്രയായി. പള്ളിക്കൂടത്തിന്റെ വളപ്പുകളിലും സർക്കാർ ഓഫീസുകളിലും, അതുപോലെ തന്നെ എന്തിനേറെ പറയുന്നു, പള്ളിയുടെ ഗോപുരത്തിന് മുകളിലുമൊക്കെ ത്രിവർണ പതാകകൾ പാറിക്കളിക്കാൻ തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അന്നൊരു നാളാ കടയിൽ കയറി ചെന്നു പഴയ ചെറുപ്പക്കാർ. സ്വാതന്ത്ര്യം കിട്ടി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ പഴയ ചെറുപ്പക്കാർ വീണ്ടും ചാക്കോ മേസ്തിരിയുടെ കടയിൽ വന്നു. അവർ വന്നതെന്തിനായിരുന്നു? കോൺഗ്രസിന്റെ നയവഞ്ചനയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നതിനായി കുറച്ച് കരിങ്കൊടികൾ തയ്ച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് അവർ ചാക്കോ മേസ്തിരിയെ സമീപിച്ചത്. അവിടെ ഒരു കോൺഗ്രസിന്റെ സമ്മേളനം ഉടൻ നടക്കുന്നുണ്ട്. അവർ വന്ന് സഭ കൂടുന്നതിന് മുമ്പ് അവിടെയൊക്കെ കരിങ്കൊടികൾ ഉയർത്തി പ്രതിഷേധിക്കണം. ഇതായിരുന്നു ആ ചെറുപ്പക്കാരുടെ ലക്ഷ്യം. അയ്യോ മേസ്തിരി ഞെട്ടിപ്പോയി, വയ്യാവേലികൾ വന്നാലോ. ഇതൊരു വയ്യാവേലി ആയല്ലോ. എങ്കിലും
ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ആ ചെറുപ്പക്കാർ ഇറങ്ങി നടക്കുന്നതെന്ന് ഓർത്തപ്പോൾ ചാക്കോ മേസ്തിരി ആ കരിങ്കൊടികൾ തയ്ച്ചു കൊടുത്തിട്ട് അന്ന് പറഞ്ഞതുപോലെ ഒരു വാചകം കൂടി പറഞ്ഞു. ചൊല്ലി ചാക്കോ മേസ്തിരി നാളെ പള്ളിയിൽ അറിയരുത് ഈ കാര്യം. ഒരു കാരണവശാലും ഈ വിവരം പള്ളിയിൽ അറിയരുത്. ത്രിവർണ പതാക തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പള്ളിക്ക് ഇപ്പോൾ യാതൊരുവിധ പരാതിയുമില്ല, അന്നത്തെ പോലെയല്ല. പക്ഷെ അതിനെതിരെ കരിങ്കൊടി തയ്ച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പള്ളിക്ക് ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിൽ അറിയരുത് ഒരു കാരണവശാൽ. പള്ളി എന്നും അധികാരത്തിൽ ഇരിക്കുന്നവരോടൊപ്പമാണെന്ന് അറിഞ്ഞാലും ചെറിയ ഭയപ്പാടോട് കൂടിയാണെങ്കിലും ചാക്കോ മേസ്തിരി നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കാനുള്ളതെല്ലാം കൃത്യമായി ചെയ്തു. ഇതുതന്നെയാണ് ജോസഫ് ആംബ്ലാനിയെ പോലുള്ള ചില പിതാക്കന്മാർക്കും സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ചാക്കോ മേസ്തിരിയുടെ കാര്യം പറഞ്ഞതുപോലെ വിശ്വാസികൾ അവരെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അവരെപ്പോഴും മുന്നിലാണ് സഞ്ചരിക്കുന്നത്. വയലാർ രാമവർമ്മ ആ കവിത അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്. കുറെ നാൾ കഴിഞ്ഞ് നാട് ചുവന്നു തുടുത്ത ഒരു കാലഘട്ടം വന്നു. അത്തരമൊരു കാലത്ത് നാൽക്കവലയിലെ കടയിൽ കാണാൻ 400ഓളം ചെങ്കൊടികൾ. പള്ളിയോട് അനുവാദമൊന്നും ചോദിച്ചില്ല. ചാക്കോ മേസ്തിരിയുടെ കടയിൽ ഇഷ്ടം പോലെ ചെങ്കൊടി തയ്ച്ചിട്ടിരിക്കുന്ന ദൃശ്യമാണ് വയലാർ രാമവർമ്മ ആ കവിത അവസാനിപ്പിക്കുമ്പോൾ നമ്മളോട് പറയുന്നു. എന്നും വിശ്വാസികൾ ഒരു പടി മുന്നോട്ട് ചിന്തിക്കുന്നവരാണ്. അത് സഭാപിതാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.